മുഖ്യമന്ത്രി ഇടപെട്ടെങ്കിലും പോലീസ് കമ്മീഷണറേറ്റ് സംവിധാനം നടപ്പാക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. മന്ത്രിസഭാ അംഗീകാരം നൽകിയ പോലീസ് ഘടനാമാറ്റവും തെരഞ്ഞെടുപ്പിന് ശേഷവും മാത്രം. പോലീസിലെ ഘടനാമാറ്റത്തിന് കഴിഞ്ഞ മാസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. എന്നാൽ കമ്മീഷണറേറ്റ് എന്ന ആവശ്യം അംഗീകരിക്കാതെ ഘടനയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിൽ IPSകാർ അസംതൃപ്തരായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ DGP ലോക്നാഥ് ബെഹ്റ IPSകാരുടെ അതൃപ്തി അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണറേറ്റ് നടപ്പാക്കുന്ന കാര്യത്തിൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ അവിടെയും IAS IPS തർക്കം വിഷയമായെന്നാണ് വ്യക്തമാകുന്നത്. കമ്മീഷണറേറ്റ് നടപ്പാക്കിയാൽ IASകാരുടെ അധികാരങ്ങൾ DIG റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥന് ലഭിക്കും. അതിനോട് IASകാർക്ക് താല്പര്യമില്ല. അതിനാലാണ് കമ്മീഷണറേറ്റ് നടപ്പാക്കുന്നതിന് അവർ എതിർക്കുന്നത്. ജനസംഖ്യാനുപാതികമായി കമ്മീഷണറേറ്റ് രൂപവൽക്കരിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ തന്നെ നിയമ സെക്രട്ടറി നിയമോപദേശം നൽകിയിരുന്നു. അക്കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ആഭ്യന്തര വകുപ്പും അന്തിമ തീരുമാനം നടപ്പാക്കാത്തതെന്നാണ് വിവരം. സംസ്ഥാന പോലീസ് മേധാവിക്ക് തൊട്ടു താഴെ ക്രമസമാധാന ചുമതലയ്ക്ക് ഒരു ADGP തസ്തിക വരുന്ന നിലയ്ക്കാണ് ഘടനാമാറ്റം കൊണ്ടുവരാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. നിലവിൽ IG മാർ നിർവഹിച്ചു വന്ന 4 റേഞ്ചുകളുടെ ചുമതല DIG-മാർക്ക് നൽകും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കണ്ണൂർ എന്നിവയാണ് റേഞ്ചുകൾ. ADGP-മാർ വഹിച്ചു വന്ന 2 സോണുകളുടെ ചുമതല IG-മാർക്ക് നൽകാനുമായിരുന്നു നീക്കം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിലവിലെ ഘടനയിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinada. Kesadal Developers. Stay happy.